ഹായ് ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ ഒരു റീപോസ്റ്റിംഗ് വീഡിയോ ആണേ. അപ്പം ഞാൻ ഓൾറെഡി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. കോപ്പിറൈറ്റ് കാരണം അതിന് വോയിസ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ കുറേ പേരൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞതിന് കുറേ ദിവസം കൊണ്ട് വോയിസ് കൊടുക്കണം എന്ന് വിചാരിച്ചു, മടി പിടിച്ചിങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വേറെ കണ്ടൻറ്റൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് തന്നെ റീപോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഒരു ഓഫ് ഡേ ആണേ, നൈറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഓഫാണ്. ഇപ്പോൾ അടുത്ത നൈറ്റ് ആവാറായി. ഇത് കഴിഞ്ഞ നൈറ്റിൻ്റെ ആണേ. അപ്പം നൈറ്റിൻ്റെ ഡേ ഓഫാണേ ഇന്ന്. അപ്പം നെക്സ്റ്റ് ഡേ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം ഞാൻ അതിൻ്റെയും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. കാരണം ഓൾറെഡി ഞാൻ ദോശയുടെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സാമ്പാർ വെക്കാം, അപ്പം ദോശയ്ക്കുള്ളത് ആവുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്ന് ചോറും കറിയാക്കാം. ചോറും സാമ്പാറും മെഴുക്കുവരട്ടിയും പിന്നെ മീൻ കറിയുമാണേ, മീൻ വറുത്തതും. മീൻ വറുക്കുന്നത് നാളത്തേനാണേ. അപ്പം ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി എല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ മെഴുക്കുവരട്ടിക്കും സാമ്പാറിനും ഉള്ളതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ചായ കുടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അരിയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ അധികം പച്ചക്കറികളൊന്നും ഇട്ടിട്ടില്ല. എൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന എന്തൊക്കെയാണോ പച്ചക്കറി, ഇപ്പം മലയാളികൾക്കറിയാം നമുക്ക് ഏറ്റവും കൂടുതൽ അമ്മമാർക്കാണേലും വീട്ടുകാർക്കാണേലും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് സാമ്പാറാണ്. പിന്നെ ഉള്ള കഷ്ണം കൊണ്ട് എല്ലാം കൊണ്ടും തട്ടിക്കൂട്ടാൻ പറ്റുന്നതും സാമ്പാറാണ്. അപ്പം സാമ്പാറിന് ഞാൻ വഴറ്റിയാണ്. പൊതുവേ ഞാൻ എല്ലാം കൂടി ഇട്ട് വേവിച്ചിട്ട് പിന്നെ കടുക് വറുത്തിട്ട് മുളകൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പം എനിക്ക് ഇതെല്ലാം കൂടി ചെയ്താലെന്ന് പറഞ്ഞാലും പാത്രമെല്ലാം കഴുകാനപ്പോൾ ഒത്തിരി വരും. അപ്പം ഞാൻ വിചാരിച്ചു കുക്കറിൽ തന്നെ എളുപ്പം തട്ടിക്കൂട്ടിയൊരു സാമ്പാറാക്കാമെന്ന്. പക്ഷേ മറ്റേതിനേക്കാളും എനിക്കിതാണ് കൂടുതലിഷ്ടം. എനിക്ക് പൊതുവേ കറികൾക്കൊന്നും മുളക് പൊടിയുടെ മല്ലിയുടെ ഒന്നും പച്ചക്കൊത്ത് ഇഷ്ടമല്ല. അപ്പം എനിക്ക് കുറച്ചുകൂടി എപ്പോഴും ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ കറികളൊക്കെയാണ്. അപ്പം ഇത് കഷ്ണമൊക്കെ ഇട്ട് വഴറ്റി അതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി കുതിർത്ത് വെച്ച തുവരപ്പരിപ്പിടുക. പരിപ്പിടുക. പരിപ്പിട്ടിട്ട് ഒറ്റ വിസിൽ, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഒറ്റ വിസിലടിച്ച് വേവിക്കുക. അതിനകത്ത് കായവും ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു അല്പം ജീരകപ്പൊടി. എന്നിട്ട് കുക്കർ അടച്ച് ഒറ്റ വിസിൽ വേവിക്കുക. വെന്തതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് ഞാനിപ്പോൾ ഓഫ് ചെയ്തു വിസിൽ വന്നപ്പം. അപ്പം നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ മെഴുക്കുവരട്ടിക്ക് വെച്ചു. പലരും പല രീതിയിലാണ് മെഴുക്കുവരട്ടി വെക്കുന്നത്. ചിലർ എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ഞാൻ എപ്പോഴും മെഴുക്കുവരട്ടി വെക്കുമ്പം ചില കാര്യങ്ങൾക്ക് എണ്ണ ഒഴിക്കും. ചിലത് ഞാൻ ജസ്റ്റ് വെള്ളം ഒഴിച്ച് ഫസ്റ്റ് വേവിച്ചതിന് ശേഷം ഒരിത്തിരി എണ്ണ ഒഴിച്ചിട്ടാണ് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഇപ്പം ഞാൻ ഇപ്പുറത്തെ മിക്സിയുടെ ജാറെടുത്തിട്ട് മീൻകറിക്കുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കിയേ. അപ്പം തേങ്ങ അരച്ച് പൊതുവേ വെക്കാറില്ല. പിന്നെ ഒരു പരീക്ഷണാർത്ഥം ഞാൻ തേങ്ങ അരച്ച് മീൻകറി വെച്ചു. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. പൊതുവേ നമുക്കൊരു വെറൈറ്റിയാണ്. നമ്മളെപ്പോഴും മുളകിട്ട് മീൻകറി കൂട്ടി നമുക്കിതൊരു വെറൈറ്റിയാണ്. പക്ഷേ എനിക്ക് എന്നും തേങ്ങ അരച്ച് മീൻകറി കൂട്ടുന്നതിനോട് താല്പര്യമില്ല. എനിക്കെപ്പോഴും മുളകിട്ട മീൻകറിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം സാമ്പാർ ഇതിൻ്റെ ഇടയ്ക്ക് വെന്തായിരുന്നു. അപ്പം അതിലേക്ക് ഞാൻ വാളംപുളി പിഴിഞ്ഞ് ഒഴിക്കുന്നത്. നമ്മൾ വാളംപുളിയാണ് യൂസ് ചെയ്യാറുള്ളത് മിക്ക കറികൾക്കും. മീൻകറിക്ക് കുടംപുളി, സാമ്പാറിനും അങ്ങനെ അതൊക്കെ നമ്മൾ വാളംപുളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വാളംപുളി ഇട്ട് ഒഴിച്ചു. എന്നിട്ട് അത് തിളപ്പിച്ചെടുത്തു. പിന്നെ കടുക് പൊട്ടിച്ചിടുകയാണ് ചെയ്യാറുള്ളത്. ഈ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു അര സ്പൂൺ മുളക് പൊടിയും കൂടി ഇടും. കാരണം ആ സാമ്പാറിന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ സവാള ഇട്ടൊന്ന് ജസ്റ്റ് വാട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അളിഞ്ഞു പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ വാട്ടിയിട്ടാണ് ഇടുന്നത്. കുക്കറിൽ ഡയറക്റ്റ് ഇട്ട് വേവിക്കാറില്ല. അപ്പം മീൻകറിക്കുള്ള അരപ്പ് റെഡിയായപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അരപ്പൊക്കെ ഇട്ടു. എന്നിട്ട് അതിലേക്ക് ഞാൻ കുടംപുളി ഇടുന്നുണ്ട്. പിന്നെ ഒരു അരമുറി തക്കാളി, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തക്കാളി അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു. അപ്പം ഞാനൊരു അരമുറി തക്കാളി ഇടുന്നുള്ളേ. അതും പിന്നെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് 2-3 പച്ചമുളക് ഇടും. മീൻകറിക്കകത്തെ പച്ചമുളകിനൊരു പ്രത്യേക ടേസ്റ്റാണെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. പക്ഷെ ഞാനിതൊന്നും ട്രൈ ചെയ്യാറില്ല. ഇതൊക്കെ എടുത്ത് സൈഡിൽ മാറ്റി വെക്കാറേ ഉള്ളൂ, ഈവൻ തക്കാളി സഹിതം. അപ്പം ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീനിട്ട് കറി വെക്കുക. അല്ലാണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. പിന്നെ ലാസ്റ്റ് കടുക് പൊട്ടിച്ചിടുക. അപ്പം മത്തി ഇവിടെ വല്ലപ്പോഴും കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ വറക്കാനുള്ളത് മാറ്റി വെക്കും. അല്ലെങ്കിൽ വറുത്തിട്ട് അതേപോലെ തന്നെ അടച്ചു വെക്കും.
എന്നിട്ട് പിറ്റേ ദിവസം ഫുഡ് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയത്തങ്ങ് വറുത്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് അപ്പോൾ അങ്ങനെ മീനെല്ലാം എടുത്ത് വറക്കാൻ വെച്ചു. അതിന് ശേഷം ഞാൻ മീൻ കറിയിലേക്കുള്ള കടുക് പൊട്ടിക്കും. അപ്പം ഉലുവ ഞാൻ ഏറെ ഇടുവേ. കൂടുതൽ വീണതല്ല, പക്ഷേ ഞാൻ ഏറെ ഇടും. എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഉലുവ ഇട്ടു, കടുകിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ഇട്ടു. അപ്പോഴത്തേനും എൻ്റെ മീൻ കറി റെഡിയായി. അല്ലാതെ ഞാൻ കരിവേപ്പില ഇടാൻ വേണ്ടി വിട്ടുപോയി. ഓൾറെഡി ഞാൻ കരിവേപ്പില ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറെ വറക്കുമ്പോൾ ഒന്നും ഇട്ടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അടുക്കള ഫുള്ള് ക്ലോസ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തൂത്ത് വാരുന്നുണ്ടായിരുന്നു തുടയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തുണിയെല്ലാം കഴുകി. അത് 2 ട്രിപ്പായിട്ടായിരുന്നു തുണി കഴുകിയത്. അപ്പം ഒരുപാടുള്ളത് കൊണ്ട് 2 ട്രിപ്പായിട്ടായിരുന്നു കഴുകിയത്. കഴുകിയെല്ലാം വിരിച്ചിട്ടു. അതിന് ശേഷം ഞാൻ പിന്നെ തുടയ്ക്കാൻ വേണ്ടി പോയി. ഓൾറെഡി തൂത്തിട്ടതായിരുന്നുകൊണ്ട് പിന്നെ തുടയ്ക്കാൻ വേണ്ടി പോയി. അപ്പം ഞാൻ വേഗം അങ്ങ് തുടച്ചേ. കാരണം ഒരു ഓഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും ഒരു ദിവസം. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ 4 മണിയോളം ആയി. ഞാൻ പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ക്രീം ഇട്ട് പൊട്ടും ഇട്ടു, ജസ്റ്റ് ഇച്ചിരി ലിപ് ബാമും ഇട്ടു. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അല്ലെങ്കിൽ ഞാൻ കോലത്തേലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ആ ദിവസം എൻ്റെ പോയി കിട്ടും. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വീട്ടിലൊക്കെ വിളിച്ചിട്ട് പിന്നെ പാത്രമൊക്കെ കഴുകി വെക്കണമായിരുന്നു. അതെല്ലാം മാറ്റി കഴുകി വെച്ചു. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം എൻ്റെ ഒരു ഓഫ് കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് ആ ഒരു ദിവസം 4:30-5 മണിയായി. ഫുഡെല്ലാം കഴിച്ച് എല്ലാം കഴിഞ്ഞു. അങ്ങനെ വീട്ടിലൊക്കെ വിളിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു.